ഹലോ ഗായ്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ID കാർഡ് സെറ്റിംഗ് ആണ്. അപ്പോൾ ID കാർഡ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഡ്രൈവിൽ നിന്ന് എങ്ങനെ ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നതും കൂടി നോക്കാം. നമ്മുടെ ഡ്രൈവ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ട്രെയിനിങ് ഡിസൈൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ട്രെയിനിങ് ഡിസൈനൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡിസൈൻ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ID കാർഡിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മുടെ ഫയൽ നമുക്കൊന്ന് കോറൽഡ്രോയിലോട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫയൽ. നമുക്ക് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് പുറത്തോട്ട് വലിച്ചിടാം, നമ്മുടെ പേജിൻ്റെ പുറത്തോട്ട് വലിച്ചിടാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പേജ് സൈസ് ആദ്യം 60-90 മാറ്റണം. അതിനു മുമ്പ് നമ്മളെപ്പോഴും യൂണിറ്റ് ശ്രദ്ധിക്കണം, mm തന്നെ ആയിരിക്കണം. നമ്മൾ mm ചെയ്യുന്നത്. എന്നിട്ട് നമുക്കൊരു ഡിസൈൻ എടുത്ത് നമുക്ക് സെൻറ്റർ ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിന് ബ്ലീഡ് വരക്കണം. ബ്ലീഡ് വരക്കാൻ വേണ്ടി നമ്മൾ പെൻ ടൂളാണ് യൂസ് ചെയ്യുന്നത്. അതിനു മുമ്പ് നമ്മൾ നമ്മുടെ ബ്ലീഡിൻ്റെ തിക്നെസ് ഹെയർ ലൈനായിട്ട് എപ്പം സെലക്ട് ചെയ്യാം. നമുക്ക് ഹെയർ ലൈൻ മതി. നമ്മൾ ഈ ബ്ലീഡ് വരക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ ഈ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡിസൈൻ കട്ടായി പോവാതിരിക്കാനും അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ ബ്ലീഡ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ബ്ലീഡ് കറക്റ്റായി ഇടാം. നമ്മളെ യുക്തിക്കനുസരിച്ച് നമുക്ക് ബ്ലീഡ് ഇടാം. അതായത് നമ്മളെ ഇത് ഇത്രേ ഉള്ളൂ, ഡിസൈൻ കട്ടായി പോകരുത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കറക്റ്റ് ചെയ്ത് ബ്ലീഡ് വരക്കാവുന്നതാണ്. എല്ലാ ഡിസൈനും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഡിസൈനിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് നമ്മൾ ബ്ലീഡും മാറ്റേണ്ടി വരും. ചില ഫയലിൽ ബ്ലീഡ് ഇടേണ്ടി വരില്ല. അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ടും ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് സെയിം കളർ നമുക്ക് പിക്ക് ചെയ്തിടണം. അതിനുവേണ്ടി നമുക്ക് കളർ പിക്കിംഗ് ടൂൾ ഉപയോഗിച്ചതിന് ശേഷം കളർ പിക്ക് ചെയ്തിടാം. ഈ സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് താഴെയും ചെയ്യണം. ഓക്കെ, താഴെയും വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇതിലെ കളറും പിക്ക് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ലൈൻ പോലെ നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് ആ ലൈൻ ഒന്ന് നണ്ണിങ് ടൂൾ ഉപയോഗിച്ച് നണ്ണ് ചെയ്യാം. രണ്ട് മുകളിലും താഴെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സെറ്റായി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ബ്ലീഡ് ഒന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ന്യൂ പേജ് സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ഡിസൈൻ സെലക്ട് ചെയ്ത് P ഞെക്കുക. അപ്പോൾ അത് സെൻറ്ററായി വരും. അതിനുശേഷം നമ്മൾ കോപ്പി ചെയ്ത ബ്ലീഡ് ജസ്റ്റ് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഓരോന്നും ഇതേപോലെ ചെയ്യാം. ന്യൂ പേജ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ബ്ലീഡ് ഡിസൈൻ നമ്മുടെ സെൻറ്റർ ചെയ്യുക. അതിനുശേഷം പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ പ്രോസസ്സ് എളുപ്പമായി. ഓക്കെ, അപ്പോൾ എല്ലാം നോക്കി ഇതേപോലെ ചെയ്യാം. എത്ര ഡിസൈൻ ഉണ്ടോ അത്രത്തോളം പേജ് ക്രിയേറ്റ് ചെയ്ത് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇനി നമ്മളിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യണം. ഈ നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ച എല്ലാം നമുക്കത് ഗ്രൂപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് ഗ്രൂപ്പായി കിട്ടുള്ളൂ. അത് നമ്മൾ
സെലക്ട് ചെയ്ത് പുറത്തേക്ക് വലിച്ചിടുമ്പോഴത്തേക്ക് രണ്ടും രണ്ടായി പോകുന്നതായിരിക്കും. അപ്പോൾ എല്ലാം ശ്രദ്ധിച്ച് ഗ്രൂപ്പ് ചെയ്ത് വെക്കുക. ഇനി നമുക്കൊരു A4 പേജ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ID കാർഡിൻ്റെ സൈസിലൊരു റെക്റ്റാങ്കിൾ വരച്ചിട്ടതിന് ശേഷം റെക്റ്റാങ്കിൾ വരക്കാം. അതും 60-90 തന്നെയാണ് നമ്മൾ റെക്റ്റാങ്കിൾ വരക്കാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് മാക്രോ കൊടുക്കാം. മാക്രോ കൊടുക്കാൻ വേണ്ടി നമുക്ക് ടില്ലർ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്തതിന് ശേഷം ലെങ്ത്ത് 3 കൊടുക്കാം. നമ്മുടെ ഓഫ്സെറ്റ് 1 കൊടുത്തതിന് ശേഷം നമുക്ക് ഓക്കെ കൊടുക്കാം. നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്ലീഡും കട്ടിങ് മാർക്കും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഓരോ ഡിസൈനും ഇതിലോട്ട് Ctrl+C പ്രസ് ചെയ്ത് സെൻറ്റർ ചെയ്യണം. ഓരോ ബോക്സ് സെലക്ട് ചെയ്ത് ഡിസൈൻ സെലക്ട് ചെയ്ത് Ctrl+C പ്രസ് ചെയ്താൽ ഇതേപോലെ സെൻറ്ററായി വരും നമ്മുടെ ഡിസൈനൊക്കെ. ഓരോ ഡിസൈനും അതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓരോ ഡിസൈനും നമ്മൾ പുറത്തോട്ട് ജസ്റ്റ് വലിച്ചിട്ടാൽ മതി. കോറൽ ഡ്രോൻ്റെ ഒരു ഉപകാരം എന്ന് വെച്ചാൽ ഈ നമ്മുടെ പേജിന് പുറത്ത് കിടക്കുന്ന നമ്മൾ എത്ര പേജ് ക്രിയേറ്റ് ചെയ്താലും നമുക്കത് കാണാൻ പറ്റും പുറത്ത് വലിച്ചിട്ടേക്കുന്നത്. അതൊരു ബെനിഫിറ്റായി തോന്നിയിട്ടുണ്ട് ചില സമയത്ത്. അപ്പോൾ അത് നല്ലൊരു ഫ്യൂച്ചറായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതാ നമ്മളെല്ലാം ഒന്ന് ജസ്റ്റ് പുറത്തോട്ട് വലിച്ചിടുക. ഓക്കെ, ഇത് നമ്മൾ ഓരോന്നും Ctrl+C പ്രസ് ചെയ്ത് സെൻറ്റർ ചെയ്യാം. കണ്ടോ, ഇതിപ്പോൾ ഗ്രൂപ്പ് ആയിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് രണ്ടും രണ്ടായി വന്നത്. അപ്പോൾ ഒന്നും കൂടി അത് ഗ്രൂപ്പ് ചെയ്യാം. Ctrl+G ആണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഓക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഡിസൈനും ഇതുപോലെ സെൻറ്റർ ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണം. ഇനി നമുക്കിത് ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഡെസ്ക്ടോപ്പിലോട്ട് സേവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പ്രിന്റ് വിടുന്നതെന്നും കൂടി നോക്കാം. ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്ത ഫയൽ ഇതാ ഇവിടെ ഉണ്ട്. ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ജസ്റ്റ് പേജ് എടുത്തതിന് ശേഷം നമുക്ക് പ്രിന്റ് വിടേണ്ട ഫയൽ മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+P പ്രസ് ചെയ്താൽ ഇതുപോലെ നമുക്കൊരു ഇൻ്റർഫേസ് തുറന്നു വരുന്നതായിരിക്കും. അതിൽ പ്രോപ്പർട്ടീസ് എടുത്തതിന് ശേഷം നമ്മുടെ മെഷീൻ സെലക്ട് ചെയ്തതിന് ഓക്കെ ഇതേപോലൊരു ഇൻ്റർഫേസ് വീണ്ടും വരും. ഓക്കെ കൊടുത്തതിന് ശേഷം
അതിൽ നമ്മൾ പേപ്പർ സെലക്ട് ചെയ്യുക. നമ്മളിപ്പം ID കാർഡാണ് സെറ്റ് ചെയ്യുന്നത്. ID കാർഡ് സെറ്റ് ചെയ്ത് വിടുന്ന പേപ്പർ എന്ന് വെച്ചാൽ സിന്തറ്റിക് 200 A4 ആണ്. അത് 13-19 ഉണ്ട്, A4 ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ A4ലാണ് പ്രിൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അത് നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുക്കുക. ഓക്കെ, പിന്നെ വർക്ക് ഫ്ലോ എടുത്തതിന് ശേഷം നമ്മളതിൽ നമ്മുടെ ഫയൽ നെയിം ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഓട്ടോ റൊട്ടേറ്റ് ആൻഡ് സെൻറ്റർ അതൊന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അത് മറന്നു പോയത്. ഓക്കെ കൊടുക്കാം. ഓക്കെ, നമ്മുടെ പ്രിൻ്റ് നമ്മുടെ മെഷീനിലോട്ട് പോകുന്ന സമയമാണിത്. ഓക്കെ, നമ്മൾ ജോബ് സെൻറ്റർ എടുത്താൽ നമുക്ക് അതിൻ്റെ നമ്മളെ വിട്ട പ്രിൻ്റ് നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം മെഷീനായിട്ട്. ഓക്കെ, നമ്മുടെ പ്രിൻ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ID കാർഡൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കുക.